എന്റെ പൊട്ട മനസ്സിൽ തോന്നിയ പാഴ്മോഹൻ നന്ദനത്തിൽ നവ്യ നായർ പറഞ്ഞ പോലെ 5 വർഷം മുമ്പ് എന്റെ മനസ്സിലൊരു മോഹം തോന്നിയിട്ടാ എനിക്കൊരു കുഞ്ഞു പൂച്ചക്കുട്ടി, ഒരു വെള്ള പൂച്ചക്കുട്ടി വേണല്ലോ ഭഗവാനേ എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ചു കേട്ടോ. പ്രാർത്ഥന കേൾക്കേണ്ട താമസം. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അതാ ഹസ്ബൻഡ് ഒരു കുഞ്ഞു അട്ടപ്പെട്ടിയായിട്ട് വരുന്നു. തുറന്നു നോക്കിയപ്പോൾ അതാ അതിൻ്റെ ഉള്ളിൽ 45 ദിവസം പ്രായമുള്ള ഒരു പൂച്ചക്കുട്ടി കേട്ടോ, ഒരു വെള്ള ടർക്കിഷ് അങ്കോറ. അയ്യോ, അന്നുണ്ടായ സന്തോഷത്തിന് എന്താ പറയാ, അത്രയും സന്തോഷമായിരുന്നു കേട്ടോ. കാരണം നമ്മുടെ കുട്ടികളൊക്കെ വലുതായി സ്കൂളിലേക്കൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് നമ്മുടെ കുറിഞ്ഞിയുടെ എൻട്രി കേട്ടോ. ഞാനാണെങ്കിൽ അതിന് താഴത്തും തലയിലും വെക്കാതെ അങ്ങനെ നോക്കി വളർത്തിയതാണ് കേട്ടോ. പൂച്ചക്കുട്ടി എങ്ങാനും ഇത്തിരി നേരം എങ്ങോട്ടെങ്കിലും പോയിട്ട് വന്നില്ല പറഞ്ഞാൽ വീട്ടിൽ കുട്ടികളൊക്കെ കരയാൻ തുടങ്ങും. അങ്ങനെ എല്ലാവരും കൊഞ്ചിച്ച് ലാളിച്ച് ഓമനിച്ച് വളർത്തിയ മുതലാണ് കേട്ടോ ഈ കിടക്കുന്നത്. 9 പ്രസവം കഴിഞ്ഞു. അവളുടെ മക്കളുടെ മക്കളും കുട്ടികളൊക്കെ ആയിട്ട് നമ്മുടെ വീട്ടിൽ പൂച്ചയുടെ ഒരു പടഞ്ഞായി കേട്ടോ. അതങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വന്നപ്പോഴാണ് കേട്ടോ നമ്മൾ പൂച്ചക്കുട്ടികളൊക്കെ ഇങ്ങനെ ചോദിച്ചവർക്കൊക്കെ കൊടുക്കാൻ തുടങ്ങിയത്. അപ്പൊ അതാ ഈ ആളുടെ 9 പ്രസവം കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഇവളുടെ സർജറി ചെയ്യാൻ പറ്റിയത് കേട്ടോ. അപ്പൊ കുറേ പേര് എന്നോട് ഇപ്പോഴും കമന്റ്സിലൂടെ ചോദിക്കാറുണ്ട് കേട്ടോ, നമ്മുടെ കുറിഞ്ഞ് എന്ത് ചെയ്യണു, സുഖമായിരിക്കണോ ചേച്ചി, സർജറി കഴിഞ്ഞ പൂച്ച എന്ത് ചെയ്യണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇതാ സർജറി കഴിഞ്ഞ പൂച്ചയുടെ വിശേഷമാണ് ഈ കാണുന്നത് കേട്ടോ. അവളെ ഒരാൾ ചീത്ത പറയാൻ പാടില്ല, അവിടെ മാറിയിരിക്കും ഇങ്ങോട്ട് മാറിയിരിക്കും എന്നൊന്നും പറയാൻ പാടില്ല. വടി എടുത്താൽ പോലും യാതൊരു പേടിയില്ല കേട്ടോ. അങ്ങനെ അവളെ അനുസരിപ്പിക്കാമെന്ന് ആരും വിചാരിക്കണ്ട, അവള് പറയുന്നത് നമ്മൾ അനുസരിക്കണം. സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ഗുണ്ടയാണ് കേട്ടോ. ഏതെങ്കിലും പൂച്ചകളൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വരേ അല്ലെങ്കിൽ റോട്ടിൽ കാണേ, അതല്ല വേറെ അപ്പുറത്തോ ഇപ്പുറത്തോ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇവിടെ അവിടെ പോയിട്ട് അടിക്കട്ടോ. രാത്രി ഈ വർക്ക് ഏരിയയിലാണ് ഞാൻ ഇവളെ അടച്ചിടുക. പക്ഷെ ഇവിടെ എങ്ങനെയൊക്കെയോ ചാടി കടന്നു പോയിട്ട് കുറച്ച് ദൂരെ പോയിട്ട് ഒരു പൂച്ചയായിട്ട് രാത്രിയൊക്കെ 12 മണിക്കോ 1 മണിക്കൊക്കെ അടി ഉണ്ടാക്കുന്ന പതിവൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ബാബുവേട്ടനാണ് പോയിട്ട് കൂട്ടിയിട്ട് വരിക. അതൊക്കെ കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ. അത്രയ്ക്ക് ഒരു ഗുണ്ടവാസമാണ് കുറിഞ്ഞിക്ക് ആരും പേടിയില്ല കേട്ടോ. അപ്പൊ ഇതാ അച്ഛൻ്റെ കൂടെ കളിച്ച് തിമിർത്ത് കഴിഞ്ഞിട്ട് ഇതാ കടന്നുറങ്ങുകയാണ് കേട്ടോ. അപ്പൊ ഞാൻ ഇവിടെ വന്ന് കിടന്നപ്പോൾ ഇതാ എൻ്റെ കൂടെ വന്ന് കിടന്നു. അവൾക്ക് ഞാൻ എവിടെ ഉണ്ടോ അവിടെ കിടക്കാൻ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറിഞ്ഞി വന്ന എൻ്റെ പ്രാണനാണ് കേട്ടോ. ഞാൻ അത്രയും സ്നേഹിച്ച് ലാളിച്ച് ഓമനിച്ച് വളർത്തി എൻ്റെ ഒരു കുട്ടി പോലെയാണ് കേട്ടോ എനിക്ക് കുറിഞ്ഞി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറിഞ്ഞൊക്കെ എന്നെ വിട്ടുപോകണ നിമിഷം എനിക്ക് ചിന്തിക്കാനേ പറ്റില്ല കേട്ടോ. ഞാൻ അറ്റാക്ക് വന്നിട്ട് ചത്തുപോകും സത്യം.